ഹായ് ഫ്രണ്ട്സ്, കയ്പിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന പാവയ്ക്ക കൊണ്ട് തന്നെയായല്ലോ ഇന്നത്തെ കറി. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കയ്പ് കുറച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് ഞാൻ പാവയ്ക്ക ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സവോളയും നടുവേ മുറിച്ചിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്താണ് ചെറുതാക്കി അരിഞ്ഞിട്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും. ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം തന്നെ ഇത് ചെയ്തെടുക്കാം. അതിനുശേഷം പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള എല്ലാം വഴറ്റിയെടുക്കേണ്ടതാണ്, പാവയ്ക്ക അടക്കം വഴറ്റിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉള്ളി കുറച്ച് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ ആ അരിഞ്ഞു വെച്ച പാവയ്ക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാ പാവയ്ക്കും അതിലേക്ക് ഇട്ട ശേഷം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അതുകൂടാതെ ഞാൻ ആ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ തേങ്ങ ഒന്ന് വറുത്തെടുത്തിരുന്നു, തേങ്ങയും കറിവേപ്പിലയും. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ടാണ് ഈ തേങ്ങ വറുത്തെടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് പുളി കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ പിഴിഞ്ഞ് വെള്ളം എടുക്കുന്നുണ്ട്. പാവയ്ക്കയെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ വറുത്ത് വെച്ച തേങ്ങയൊന്ന് വെള്ളം കൂട്ടാതെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അടുപ്പത്തുള്ള പാവയ്ക്കയിലേക്ക് ഞാൻ ആ പുളി പിഴിഞ്ഞ വെള്ളം അരച്ച ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ അരച്ചു വെച്ച തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് കറക്റ്റായിട്ട് ഇട്ടിട്ടില്ല. അപ്പം ഈ തേങ്ങയെല്ലാം ചേർത്ത് കയ്പയ്ക്കല്ലേ, നന്നായിട്ട് ഉപ്പിടണം. അപ്പോൾ തേങ്ങയെല്ലാം ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണ്ടത്ര ഉപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ കയ്പക്ക തീയൽ എന്നാണ് പറയുക, ഞങ്ങൾ അങ്ങനെയാണ് പറയുക. കയ്പക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ കറി കൂട്ടിയവർക്കറിയാം ഇതിന് കയ്പ് തീരെ കുറവായിരിക്കും. കൂട്ടാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇനി തീരെ കയ്പ് വേണ്ടാന്നാണെങ്കിൽ ഒരു കഷ്ണം വെല്ലം കൂടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ കയ്പ് ഫുള്ളായിട്ട് മാറിക്കിട്ടും. പാവയ്ക്കൊക്കെ അതിൻ്റെ കയ്പ് തന്നെയല്ലേ അതിൻ്റെ ഒരു രുചി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്